ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നല്ലൊരു ഗോതമ്പ് ദോശയായിട്ട് ഉണ്ടാക്കണേ. ഇത് റേഷൻ കടയിലെ ഗോതമ്പ് പൊടി കേട്ടോ. അപ്പോൾ നമ്മളതൊന്ന് നന്നായിട്ട് അരിക്കണം. 2 പ്രാവശ്യം അരിച്ചിട്ട് വേണം നമുക്കത് ഇത് ദോശയായിട്ട് ചൂടാനാണ്. അപ്പോൾ ഇത് ഞാൻ 2 പ്രാവശ്യം അരിച്ചു. അപ്പോൾ നല്ല സൂപ്പർ ഗോതമ്പ് പൊടിയായിട്ട് വരും കേട്ടോ. നമ്മുടെ ആശീർവാദിൻ്റെ ഗോതമ്പ് പൊടി കണക്കെ ഇരിക്കും. എന്നിട്ട് അതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഒന്ന് അടിച്ചെടുക്കണം. വെള്ളം ഒഴിക്കുമ്പോൾ നോക്കണം, അറിയാൻ പാടില്ലാത്തവരും ഉണ്ട്, അതുകൊണ്ടാട്ടോ പറയണത്. അപ്പോൾ എന്നിട്ട് അത് അടിച്ചപ്പോൾ അതൊന്ന് കട്ടിയായി. എന്നിട്ട് പാകത്തിന് വെള്ളം ഒഴിച്ച് ഒന്ന് അടിച്ചെടുക്കണം. അപ്പോൾ പാകമായിട്ട് കിട്ടിയായിരുന്നു കേട്ടോ. നല്ല എന്താ കണ്ടോ, നല്ല പാകത്തിന് ഇച്ചിരി ഞാൻ ഇങ്ങനെ പരത്തി ഇങ്ങനെ നല്ലോണം പരത്തി ചൂടാനാട്ടോ ഇങ്ങനെ ഇച്ചിരി ഇതാക്കി എടുത്തേക്കണത്. അല്ലെങ്കിൽ പരത്തുമ്പോൾ ഇങ്ങനെ അടി പിടിക്കും പോലും ഇങ്ങനെ കട്ടയായിട്ട് വരും. അപ്പോൾ അത് ശരിക്കും അടിച്ചെടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കണം. പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കണം. ഉപ്പും വേണം, പിന്നെ പഞ്ചസാരയും വേണം. പഞ്ചസാര ഇടുമ്പോഴാണ് ദോശയ്ക്കൊരു മയവും പിന്നെ നല്ലോണം മുരിഞ്ഞു വരും. പഞ്ചസാരയും കൂടെ കൂട്ടിയായിട്ട് എടുത്തേക്കണം, ഉപ്പ് മാത്രമല്ല അത്. എന്നിട്ട് നന്നായിട്ട് ഇളക്കണം കേട്ടോ. ഇപ്പോൾ കട്ടയൊന്നുമില്ല, നമ്മൾ മിക്സിയിൽ അടിച്ചെടുത്തുകൊണ്ട് കട്ടയൊന്നുമില്ല. നന്നായിട്ട് ഇളക്കിയിട്ട് അതിലേട്ട് നമ്മൾ ഏത് ഓയിലാണെങ്കിൽ ശകലം സൺഫ്ലവർ ഓയിലായിട്ട് ഒഴിച്ചു കൊടുത്ത് അത് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി ഒരു 5-10 മിനിറ്റ് റെസ്റ്റ് ചെയ്ത് വെച്ചാൽ നല്ല സൂപ്പർ ദോശ കിട്ടും. ഞാൻ ചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്, അതിന് ഞാൻ ഇളക്കും കേട്ടോ. നല്ലോണം ഇളക്കി നല്ലോണം പരത്തി ചുട്ടു കേട്ടോ. നല്ല നൈസായിട്ട് ഇങ്ങനെ മുരിച്ചെടുക്കുമ്പോഴാട്ടോ ഇവിടെ ഇഷ്ടം. മറ്റേ ദോശ കണക്കിന് നല്ല ടേസ്റ്റാണ് ഇങ്ങനെ പരത്തി ചുടുമ്പോൾ. അപ്പോൾ ഇങ്ങനെ ഓരോന്നൊരു നല്ലോണം നല്ല മുരിഞ്ഞെടുക്കും കേട്ടോ. അപ്പോൾ അത് അങ്ങനെ ഓരോന്ന്. പിന്നെ ഇതിന് നല്ല കറിയായിട്ട് ഇവിടെ നല്ല ഇല്ലാത്ത ചിക്കൻ കറി ഉണ്ടായിരുന്നു കേട്ടോ. അതായത് ഞാൻ ഉരുളക്കിഴങ്ങിൻ്റെ കറി വെച്ചത് അത് ഞാൻ ഇട്ടിട്ടുണ്ട്, ചാനലിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതുപോലെ ഓരോന്നും ചുട്ടെടുക്കുക കേട്ടോ. ഗോതമ്പ് ദോശ നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു ഈ ദോശയ്ക്ക്. അപ്പോൾ ഇതിൻ്റെ കൂടെ നമ്മുടെ കിഴങ്ങ് കറി ഉണ്ട്. പിന്നെ ഇതിൽ നെയ്യ് ഒഴിക്കണവർക്ക് നെയ്യൊക്കെ ഒഴിച്ചായിട്ട് എടുക്കാം. അപ്പം ഞാൻ നെയ്യൊന്നും ഒഴിച്ചിട്ടില്ല. അപ്പോൾ നല്ല അടിപൊളി കറിയായിരുന്നു കേട്ടോ അത്. അതിൻ്റെ ഞാനിപ്പോൾ അതിലിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ദോശയും പിന്നെ എൻ്റെ കുഞ്ഞ് ചായ കുടിക്കും കേട്ടോ. കുഞ്ഞിന് കറി വേണ്ടാന്ന് പറഞ്ഞിട്ട് മുട്ട പൊരിച്ച് കൊടുത്ത് മുട്ടയും കൂടെ കഴിക്കണേ കേട്ടോ അത്. അത് കഴിഞ്ഞിട്ട് പക്ഷേ കറി കണ്ടു കഴിഞ്ഞപ്പോൾ പുള്ളിക്ക് കറി ആവശ്യമായി, കറിയും കഴിച്ചു. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു കേട്ടോ അത്. പിന്നെ ഞങ്ങളിത് താഴത്തേക്ക് പോകും കേട്ടോ, ചേച്ചിയുടെ അടുത്ത്, കുഞ്ഞുമാവയുടെ അടുത്തേക്ക് പോകണേ കേട്ടോ. അപ്പോൾ എനിക്ക് ഈ വഴിയൊക്കെ കാണുമ്പോൾ ഇപ്പോൾ അത് എടുക്കുമ്പോൾ എനിക്ക് എപ്പോഴും എടുക്കാൻ തോന്നും. അപ്പോൾ ഞാൻ ചുമ്മാ എടുത്താട്ടെ, എന്ത് രസമല്ലേ ആ പോണ വഴി. പ്രത്യേകിച്ച് ഇങ്ങനെ കാണുമ്പോൾ നല്ല രസമല്ലേ. അപ്പോൾ ഇങ്ങനെ അത് കണ്ടുകൊണ്ട് പോണതാട്ടോ അത്. അപ്പോൾ അതേ ഞാൻ കയറുന്ന വഴിക്ക് നമ്മുടെ മിലിക്കുഞ്ഞ് അവിടെ ഇരിപ്പുണ്ട്. മിലിക്കുഞ്ഞിൻ്റെ എടുത്തതായിരുന്നു, പക്ഷെ ഇപ്പോൾ നോക്കിയപ്പോൾ ഇല്ല കേട്ടോ. മിലു എന്ന് പറഞ്ഞ പൂച്ച അതെപ്പോഴും ഞങ്ങൾ പോകുമ്പോഴത്തേ അവിടെ അങ്ങനെ നോക്കിയിരിപ്പുണ്ട്. ഞങ്ങൾ പോകുമ്പോൾ എന്നും ഞാൻ അതിന് ടാറ്റ കൊടുത്തിട്ടാട്ടോ പോണത്. അപ്പോൾ കുഞ്ഞിൻ്റെ അടുത്തേക്ക് പോണതാണ്. കുഞ്ഞ് അവിടെ ഉണ്ടായിരുന്നു. കുഞ്ഞ് ഉറങ്ങുമായിരുന്നു. ചെന്നപ്പോഴത്തേക്കും കുഞ്ഞ് എഴുന്നേറ്റു. പിന്നെ കുഞ്ഞിൻ്റെ കാര്യങ്ങളും അവിടുത്തെ കാര്യങ്ങളൊക്കെ ആയിട്ട് ഓരോ പണികളൊക്കെ ചെയ്ത് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് ഞാൻ പിന്നെ വൈകുന്നേരം ആട്ടെ. ഇതിപ്പോൾ രാവിലെ ഒരു 9 മണി കഴിഞ്ഞു ഞാൻ പോകുമ്പോൾ. 9 മണി കഴിഞ്ഞു ഞാൻ പോകുമ്പോൾ കുഞ്ഞ് എഴുന്നേറ്റു, കുഞ്ഞിനെ എടുത്തു. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു.